നമസ്കാരം. ഡേ 7-ലെ 50 ക്വസ്റ്റ്യൻ പഠിക്കാം. ഒന്നാമത്തെ ചോദ്യം, വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. രണ്ടാമത്തെ ചോദ്യം, ആദിബ്രഹ്മ സമാജത്തിന് നേതൃത്വം നൽകിയതാര്? ആദിബ്രഹ്മ സമാജത്തിന് നേതൃത്വം നൽകിയതാര്? ദേവേന്ദ്രനാഥ ടാഗോർ. ആരാണ്? ദേവേന്ദ്രനാഥ ടാഗോർ. മൂന്നാമത്തെ ചോദ്യം, ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് ഗുരുശിഖർ. മൗണ്ട് ഗുരുശിഖർ. നാലാമത്തെ ചോദ്യം, ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത്? ബെരൂബറി കേസ് 1960. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസാണ് ബെരൂബറി കേസ് 1960. അഞ്ചാമത്തെ ചോദ്യം, ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത്? കേശവാനന്ദ ഭാരതി കേസ് 1973. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. ആറാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ബംഗാൾ ഗസറ്റ്. ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം? ബംഗാൾ ഗസറ്റ്. ഏഴാമത്തെ ചോദ്യം, കൈഗ ന്യൂക്ലിയർ പവർ സ്റ്റേഷന് സമീപം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം? കൈഗ ന്യൂക്ലിയർ പവർ സ്റ്റേഷന് സമീപം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് അൻഷി ദേശീയോദ്യാനം. കർണാടകയിലാണ്. കൈഗ ന്യൂക്ലിയർ പവർ സ്റ്റേഷന് സമീപം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് അൻഷി ദേശീയോദ്യാനം. എട്ടാമത്തെ ചോദ്യം, മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ്? മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ. ഒമ്പതാമത്തെ ചോദ്യം, കൊല്ലവർഷം രേഖപ്പെടുത്തിയതായി കണ്ടെത്തിയിട്ടുള്ള ആദ്യത്തെ ശാസനം? കൊല്ലവർഷം രേഖപ്പെടുത്തിയതായി കണ്ടെത്തിയിട്ടുള്ള ആദ്യത്തെ ശാസനമാണ് മാമ്പള്ളി ശാസനം. പത്താമത്തെ ചോദ്യം, സ്പീഷ്യസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്? ജോൺ റേ. സ്പീഷ്യസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചതാരാണ്? ജോൺ റേ. 11ാമത്തെ ചോദ്യം, പയറുവർഗ്ഗങ്ങളിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ആഹാര ഘടകമാണ് മാംസ്യം. പയറുവർഗ്ഗങ്ങളിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ആഹാര ഘടകം ഏതാണ്? മാംസ്യം. 12ാമത്തെ ചോദ്യം, മലമ്പനി പകർത്തുന്നത് അനോഫിലസ് പെൺകൊതുകുകളാണ്. മലമ്പനി പകർത്തുന്നത് എങ്ങനെയാണ്? അനോഫിലസ് പെൺകൊതുകുകൾ വഴി. 13ാമത്തെ ചോദ്യം, ലെഡിന്റെ അയിര് ഗലീന. ലെഡിന്റെ അയിരാണ് ഗലീന. 14ാമത്തെ ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ക്ഷേത്രപ്രവേശന ക്യാമ്പയിനിങ് ക്യാപ്റ്റനായിരുന്നത്? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ക്ഷേത്രപ്രവേശന ക്യാമ്പയിനിന്റെ ക്യാപ്റ്റൻ ആയിരുന്നത് സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. ആരാണ്? സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. 15ാമത്തെ ചോദ്യം, INC പ്രസിഡന്റ് ആവുന്ന ആദ്യ ഇന്ത്യൻ വനിത? INC പ്രസിഡന്റ് ആവുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു. 16ാമത്തെ ചോദ്യം, നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്നറിയപ്പെടുന്ന പത്രം? നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്നറിയപ്പെടുന്ന പത്രം കേസരി. 17ാമത്തെ ചോദ്യം, പൗരസമത്വവാദ പ്രക്ഷോഭം 1919 പൗരസമത്വവാദ പ്രക്ഷോഭം നടക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളാണ്. 1919 പൗരസമത്വവാദ പ്രക്ഷോഭം നടക്കുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവാരാണ്? ശ്രീമൂലം തിരുനാള്. 18ാമത്തെ ചോദ്യം, 1857 വിപ്ലവത്തിന്റെ പ്രവാചകൻ അസിമുള്ള ഖാൻ. 1857 വിപ്ലവത്തിന്റെ പ്രവാചകൻ ആരാണ്? അസിമുള്ള ഖാൻ. 19ാമത്തെ ചോദ്യം, കേരളത്തിലെ പളനി എന്നറിയപ്പെടുന്നത് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. കേരളത്തിലെ പളനി എന്നറിയപ്പെടുന്നതാണ് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. 20ാമത്തെ ചോദ്യം, സംസ്ഥാന കായിക വിനോദമായി ആചരിക്കുന്നത്? ഒക്ടോബർ 13. സംസ്ഥാന കായിക വിനോദമായി ആചരിക്കുന്നത് എപ്പോഴാണ്? ഒക്ടോബർ 13. GV രാജയുടെ ജന്മദിനമാണ്. 21ാമത്തെ ചോദ്യം, ചബേലി എന്ന പേരിൽ അറിയപ്പെട്ട വിപ്ലവകാരി? ഝാൻസി റാണിയാണ്. ചബേലി എന്ന പേരിൽ അറിയപ്പെട്ട വിപ്ലവകാരി ആരാണ്? ഝാൻസി റാണി. 22ാമത്തെ ചോദ്യം, വ്യാഴവട്ട സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? വ്യാഴവട്ട സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? പി കല്യാണിക്കുട്ടി അമ്മയുടെ ആത്മകഥയാണ് വ്യാഴവട്ട സ്മരണകൾ. 23ാമത്തെ ചോദ്യം, നിഷാൻ ഇ പാകിസ്ഥാൻ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ? നിഷാൻ ഇ പാകിസ്ഥാൻ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? മൊറാർജി ദേശായി. 24ാമത്തെ ചോദ്യം,
ധാർ മരുഭൂമിയിലെ മരുപ്പച്ച എന്നറിയപ്പെടുന്നത് ജയ്സാൽമീർ ആണ്. ധാർ മരുഭൂമിയിലെ മരുപ്പച്ച എന്നറിയപ്പെടുന്നതാണ് ജയ്സാൽമീർ. 25ാമത്തെ ചോദ്യം, വർഷത്തിൽ ഒരിക്കൽ തവളകളെ പോലെ കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് INCയെ വിശേഷിപ്പിച്ചത് ബാലഗംഗാധര തിലകനാണ്. വർഷത്തിൽ ഒരിക്കൽ തവളകളെ പോലെ കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് INCയെ വിശേഷിപ്പിച്ചതാരാണ്? ബാലഗംഗാധര തിലകൻ. 26ാമത്തെ ചോദ്യം, പറക്കം സിംഗ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കായിക താരം മിൽഖ സിംഗ്. പറക്കം സിംഗ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കായിക താരം ആരാണ്? മിൽഖ സിംഗ്. 27ാമത്തെ ചോദ്യം, യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ പശ്ചിമഘട്ടത്തെ ഉൾപ്പെടുത്തിയ വർഷം? 2012 ജൂലൈ 1. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലെ പശ്ചിമഘട്ടത്തെ ഉൾപ്പെടുത്തിയ വർഷം എപ്പോഴാണ്? 2012 ജൂലൈ 1. 28ാമത്തെ ചോദ്യം, ആരാച്ചാർ എന്ന കൃതിയുടെ രചയിതാവ്? ആരാച്ചാർ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? KR മീര. 29ാമത്തെ ചോദ്യം, ഭരണഘടനയിൽ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്? 5 മുതൽ 11 വരെ. ഭരണഘടനയിലെ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? 5 മുതൽ 11 വരെ. 30ാമത്തെ ചോദ്യം, മഹാവിഷ്ണുവിന്റെ അവതാരം എന്ന് സ്വയം വിശേഷിപ്പിച്ച നവോത്ഥാന നായകൻ? മഹാവിഷ്ണുവിന്റെ അവതാരം എന്ന് സ്വയം വിശേഷിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. 31ാമത്തെ ചോദ്യം, ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്നത്? ബ്രഹ്മപുത്ര നദിയാണ്. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ്. 32ാമത്തെ ചോദ്യം, ഗംഗാ നദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം? ഉത്തർപ്രദേശ് ആണ്. ഗംഗാ നദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. 33ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖം? മർമഗോവ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖം ഏതാണ്? മർമഗോവ. 34ാമത്തെ ചോദ്യം, പുരുഷ സിംഹം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ? ബ്രഹ്മാനന്ദ ശിവയോഗി. പുരുഷ സിംഹം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. 35ാമത്തെ ചോദ്യം, ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത് ആരാണ്? ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത് KM മുൻഷി. ആരാണ്? KM മുൻഷി. 36ാമത്തെ ചോദ്യം, ജീവജാലങ്ങൾ മണ്ണിൽ നിന്നും നൈട്രജൻ ഏത് രൂപത്തിലാണ് ആഗിരണം ചെയ്യുന്നത്? ജീവജാലങ്ങൾ മണ്ണിൽ നിന്നും നൈട്രജൻ ഏത് രൂപത്തിലാണ് ആഗിരണം ചെയ്യുന്നത്? നൈട്രേറ്റ്സ്. ഏത് രൂപത്തിലാണ്? നൈട്രേറ്റ്സ്. 37ാമത്തെ ചോദ്യം, 1905 സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി പ്രസ്ഥാനം രൂപീകരിച്ചത്? ഗോപാലകൃഷ്ണ ഗോഖലെ. 1905 സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി പ്രസ്ഥാനം രൂപീകരിച്ചതാരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. 38ാമത്തെ ചോദ്യം, സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുന്ന ചുരം? നാഥുല ചുരം. സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുന്ന ചുരം ഏതാണ്? നാഥുല ചുരം. 39ാമത്തെ ചോദ്യം, ഏത് ഋതുവിന്റെ കാലഘട്ടത്തിലാണ് ഹോളി ഫെസ്റ്റിവൽ നടക്കുന്നത്? വസന്തം. ഏത് ഋതുവിന്റെ കാലഘട്ടത്തിലാണ് ഹോളി ഫെസ്റ്റിവൽ നടക്കുന്നത്? വസന്തം. 40ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യക്ക് വേണ്ടി പാസാക്കിയ അവസാനത്തെ ആക്ട്? ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യക്ക് വേണ്ടി പാസാക്കിയ അവസാനത്തെ ആക്ട് ആണ് ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ട്. ഏതാണ് ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യക്ക് വേണ്ടി പാസാക്കിയ അവസാനത്തെ ആക്ട്? ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 ഓഗസ്റ്റ് 15. 41ാമത്തെ ചോദ്യം, സുഭാഷ് ചന്ദ്രബോസിന് INAയുടെ നേതൃത്വം കൈമാറിയ വ്യക്തി? സുഭാഷ് ചന്ദ്രബോസിന് INAയുടെ നേതൃത്വം കൈമാറിയ വ്യക്തി ആരാണ്? റാഷ് ബിഹാരി ബോസ് ആണ്. 42ാമത്തെ ചോദ്യം, തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്ന ഹാലജൻ? തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്ന ഹാലജൻ ഏതാണ്? അയഡിൻ. 43ാമത്തെ ചോദ്യം, ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7. ലോകാരോഗ്യ ദിനം എന്നാണ്? ഏപ്രിൽ 7. 44ാമത്തെ ചോദ്യം, രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി വനിത? രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി വനിത ആരാണ്? KM ബീനാമോള്. 45ാമത്തെ ചോദ്യം, ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ്? ബാലഗംഗാധര തിലകനാണ്. ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ബാലഗംഗാധര തിലകൻ. 46ാമത്തെ ചോദ്യം, ഗ്യാസോലിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഹാലജൻ ഏതാണ്? ബ്രോമിൻ. ഗ്യാസോലിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഹാലജൻ ആണ് ഇത്? ബ്രോമിൻ. 47ാമത്തെ ചോദ്യം, വാസ്കോഡ ഗാമ അന്തരിച്ച വർഷം? 1524 ഡിസംബർ 24. വാസ്കോഡ ഗാമ അന്തരിച്ച വർഷം എപ്പോഴാണ്? 1524 ഡിസംബർ 24. 48ാമത്തെ ചോദ്യം, കൂത്താളി സമരം നടന്ന ജില്ല?
കൂത്താളി സമരം നടന്ന ജില്ല കോഴിക്കോടാണ്. എവിടെയാണ് കൂത്താളി സമരം നടന്നത്? കോഴിക്കോട്. 49ാമത്തെ ചോദ്യം, തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിന് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? വേമ്പനാട്ട് കായലിന് കുറുകെയാണ്. തണ്ണീർമുക്കം ബണ്ട് വേമ്പനാട്ട് കായലിന് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. 50ാമത്തെ ചോദ്യം, ഗാന്ധി ഇർവിൻ സന്ധി ഒപ്പിട്ട വർഷം? ഗാന്ധി ഇർവിൻ സന്ധി ഒപ്പിട്ട വർഷം എപ്പോഴാണ്? 1931.